നമ്മൾ പോകുന്നത് കുട്ടമ്പുഴയിലേക്കാണ്. അവിടെ എളംപ്ലാശ്ശേരിയിൽ കിണറ്റിൽ വീണ പിടിയാനയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി. കുറേ മണിക്കൂറുകൾ എടുത്താണ്, ബുദ്ധിമുട്ടിയൊക്കെ തന്നെയാണ് ഈ രക്ഷാദൗത്യം നടത്തിയത്. ഒടുവിൽ പക്ഷേ രക്ഷപ്പെട്ട് കയറിയ അമ്മയാന ഈ രക്ഷാദൗത്യം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ പാഞ്ഞെടുത്തത് കുറച്ച് ആശങ്കയൊക്കെ ഉണ്ടാക്കി. കാട്ടാന ശല്യത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എളംപ്ലാശ്ശേരി അഞ്ചുകുടി മേഖലയിലുള്ള ജനങ്ങൾക്ക്. പുലർച്ചെ 3:30 ഈ കിണറ്റിൽ വീണതാണ് പിടിയാനയും കുഞ്ഞും. കിണറിടിച്ച് കരയ്ക്കു കയറാൻ പരമാവധി ശ്രമിച്ചു. കിണറിന് വലുപ്പം വെച്ചതല്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഒടുവിൽ 7 മണിയോടെ വനപാലകരും നാട്ടുകാരും രക്ഷയ്ക്കെത്തി. JCB ഉപയോഗിച്ച് കിണറിന്റെ ഒരു വശം ഇടിച്ച് വഴിയൊരുക്കുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥം അലറി വിളിച്ച് ഓടിയപ്പോൾ രക്ഷാപ്രവർത്തകർ പോലും ഭയന്നുപോയി. JCB ഡ്രൈവർ വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങി ഓടി. ആനയെ വിരട്ടി ഓടിക്കാൻ തോക്കുമായി നിന്ന വനപാലകനും പരിക്ക് പറ്റി. ഇപ്പൊ 3-4 ദിവസമായി ഉറക്കൊഴിച്ച് ഞങ്ങൾ ഇത് തന്നെ പണി. ഞങ്ങൾക്കൊരു നേരമ്പളത്തേക്ക് വൈകുന്നേരം ഒരു പണിക്ക് പോകാനും പോകാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ്. എന്നും ആന ശല്യ കുറെ ദിവസമായിട്ട്. അഞ്ചുകുടി മേഖലയിൽ തുടർച്ചയായ രാത്രികളിൽ കാട്ടാനകൾ കൂട്ടമായി എത്തുകയാണ്. കാട്ടാനകളെ ഭയന്ന് ഇവർക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ഒരു ആന ആ സമയത്ത് എപ്പോഴാണ് വീണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ വന്നിട്ട് ഇവിടെ കുത്തുണ്ടാക്കും പോലുള്ള രംഗം ഞാൻ ആ സമയത്ത് കണ്ടത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഇവിടെ കുഞ്ഞാന കിണറ്റിൽ വീണ് കിടക്കുക. ആ ആനയെ രക്ഷിക്കാൻ വേണ്ടി ഈ വലിയ ആന ഇങ്ങനെ പിടിക്കുന്ന രംഗമാണ് ഞാൻ കാണുന്നത്. പ്രദേശത്ത് സോളാർ ഫെൻസിംഗ് ഉണ്ടായിരുന്നുവെങ്കിലും കാലപ്പഴക്കത്തിൽ അതെല്ലാം നശിച്ചുപോയി. പിടിയാനയും കുഞ്ഞിനെയും യാതൊരു അപകടവും കൂടാതെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ എത്തിയ കാട്ടാനക്കൂട്ടം തകർത്ത വീടിന്റെ ഒരു ഭാഗമാണിത്. ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് കാട്ടാനപ്പേടിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കിടന്നുറങ്ങിയിട്ട് അവർ ആവശ്യപ്പെടുന്നത് അടിയന്തര പരിഹാരമാണ്. എളംപ്ലാശ്ശേരിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്. ജെയിൻ നമുക്കൊപ്പമുണ്ട്. ജെയിൻ, ഇപ്പോൾ രക്ഷാദൗത്യത്തിന് ആളുകളെല്ലാവരും സജീവമായി ഇറങ്ങി, വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി. പക്ഷേ അവസാനം ആനയ്ക്കറിയില്ലോ ഇതിപ്പോൾ രക്ഷിക്കാനാണോ അല്ലെങ്കിൽ പിടിച്ചുകൂടാനാണോ ഒന്നും അറിയില്ലോ. അതുകൊണ്ട് അവസാനം അതും ഒരു പരിഭ്രാന്തിയിൽ പാഞ്ഞെടുക്കുന്നു. എന്തായാലും വലിയ പരിക്കൊന്നുമില്ലാതെ എല്ലാവരും രക്ഷപ്പെടും. പക്ഷേ ഇത് അവിടുത്തെ ആളുകളുടെ ഒരു, നമുക്ക് കാണുമ്പോൾ കൗതുക കാഴ്ചയ്ക്കാണെങ്കിലും ആളുകളെ സംബന്ധിച്ച് വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന അനുഭവമാണല്ലേ? തീർച്ചയായിട്ടും ദിവിഷ്, കാരണം നമ്മളുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു കൂട്ടം കാട്ടാനകൾ വരികയും വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ പറയാൻ കഴിയൂ. ഇതിപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അവിടെ ഈ കാട്ടാനകളുണ്ട്. അത് ഈ പിടിയാനയും കുട്ടിയും മാത്രമല്ല, ഒരു കൂട്ടം കാട്ടാനകൾ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് ഈ കൃഷിയിടത്തിലൂടെയൊക്കെ പോയി അവിടെയുള്ള തെങ്ങും കമുകും ഒക്കെയാണ് കൃഷി ചെയ്യുന്നത്. അതെല്ലാം നശിപ്പിച്ച് അവിടെ കൃഷിയില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ആളുകൾ ഭൂമി തരിച്ചിട്ടിരിക്കുകയാണ്. സാധാരണ ഈ കമുകൊന്നും ആളുകൾ ഈ കാട്ടാനകളൊന്നും അങ്ങനെ നശിപ്പിക്കുക അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്നതല്ല. പക്ഷേ അവിടെ കമുക് പോലും നടാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ദുരിതത്തിലാണ് അവിടെയുള്ള ആളുകളുടെ ജീവിതം എന്ന് തന്നെ പറയാം. അവിടെ സോളാർ ഫെൻസിങ് ഉണ്ടായിരുന്നു, പക്ഷേ അത് കാലപ്പഴക്കത്തിൽ പോയി. കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്താൽ മാത്രമേ ഈ സോളാർ ഫെൻസിങ് ഒക്കെ ഒരു കുറച്ച് ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയുള്ളൂ. പക്ഷേ വനംവകുപ്പ് പലപ്പോഴും സ്ഥാപിച്ചതിന് ശേഷം പിന്നീട് അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇതിനകത്തെ വലിയ പ്രതിസന്ധിയായിട്ടുള്ളത്. ഇന്നിപ്പോൾ പുലർച്ചെ ഒരു 3:30 അവിടെ ഒരു ഒഴിഞ്ഞ കെട്ടിടമുണ്ട്. ആ കാട്ടാന ശല്യത്തെ തുടർന്നാണ് വീട്ടിലെ സ്ത്രീ ഒഴിഞ്ഞു പോയത്. അവരൊറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ വീടിൻ്റെ ഈ ഉപയോഗശൂന്യമായിട്ടുള്ള കിണറ്റിലാണ് ഈ കുഞ്ഞ് ആദ്യം ചാടുന്നത്. പിന്നീട് രക്ഷിക്കാൻ ഉള്ള ശ്രമത്തിനിടയിൽ ഈ പിടിയാനയും ആ കിണറ്റിൽ വീഴുകയായിരുന്നു. അതിനുശേഷം ഏതാണ്ടൊരു 7 മണി വരെ, 3:30 തൊട്ട് 7 മണി വരെയുള്ള സമയം ഈ ആന ഈ കിണറ്റിൽ നിന്ന് കയറാനുള്ള പരക്കമ്പാച്ചിലായിരുന്നു. അങ്ങനെ ഒരു ചെറിയ കിണറായിരുന്ന ആ കിണർ അതൊരു കുളമായി, വലിയ വൃത്തത്തിലുള്ള ഒരു കുളമായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് നാട്ടുകാരെല്ലാം വിളിച്ചറിയിച്ചതനുസരിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി. JCB ഉപയോഗിച്ചുകൊണ്ട് കിണറിൻ്റെ ഒരു വശം വളരെ പെട്ടെന്ന് ഒരു വഴിയൊരുക്കി അതിലൂടെ ഈ ആന കയറി പോവുകയായിരുന്നു. ആ കയറി പോകുന്ന സമയത്ത് ദിവിഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് രക്ഷപ്പെടുത്തുകയാണോ അല്ലെങ്കിൽ തന്നെ അപായപ്പെടുത്തുകയാണോ എന്നറിയാതെ അതിങ്ങനെ പരക്കം പാഞ്ഞ് ഓടുകയാണ്. ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുന്നു. അപ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയില്ല. അങ്ങനെയുള്ള പരക്കം പാച്ചിലിൻ്റെ ഇടയിലാണ് ഈ JCBക്ക് നേരെ ഓടി വരുന്നത്. ആ JCB ഡ്രൈവർ ഇറങ്ങി ഓടുന്നത് നമുക്ക് കാണാം. അതിനുശേഷം ഒരു ഗണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ആന ജനങ്ങൾക്ക് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് നേരെ വരികയാണെങ്കിൽ ആനയെ ഭയപ്പെടുത്തി ഓടിക്കാൻ തോക്കുമായിട്ട് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ നേരെയാണ് ആന ഓടി വന്നത്. അദ്ദേഹത്തിന് എന്തായാലും വലിയ പരിക്കുകളോ അല്ലെ അപകടങ്ങളൊന്നും ഇല്ലാതെ അവസാനിച്ചല്ലോ. പക്ഷെ ആളുകളെ സംബന്ധിച്ച് ഇനിയും
ഈ കാട്ടാനക്കൂട്ടം ഒക്കെ വരും. അതാണ് അവരുടെ ഒരു പേടി. പരിഹാരം ഉണ്ടാക്കുക എളുപ്പവുമല്ല. ശരി ജെയിനെ.